ഷെറിൻസ് ടേസ്റ്റ് ദ ബെസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മീൻ മുളകിട്ടതായാലോ, നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ലൊരു കിടിലൻ മീൻ കറി. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്മീനാണ്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മാങ്ങ, പകുതി സവാള, 8 ചെറിയ ഉള്ളി, 2 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി, 2 പച്ചമുളക്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങയ്ക്ക് പകരം ഊർക്കാപ്പുളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ മലപ്പുറം സൈഡിലൊക്കെ ഇതിന് ഊർക്കാപ്പുളി എന്നാട്ടോ പറയുക. ചിലർ ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും. പക്ഷെ നല്ല ടേസ്റ്റാണ് മീൻ മുളക് ഇടുന്നതിലേക്ക് ഇട്ട് കൊടുക്കാൻ. തേങ്ങ അരച്ച മീൻ കറിക്ക് ഇത് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. അതിന് കുടംപുളിയോ മാങ്ങയോ സാധാ പുളിങ്ങയൊക്കെയാണ് ടേസ്റ്റ്. ഇനി നമുക്കൊരു മൺചട്ടി ചൂടാക്കി എടുക്കാം. അത് ചൂടായതിനു ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ അധികം മൂത്ത് പോകാൻ പാടില്ല, അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഏകദേശം ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. മീൻകറി വയ്ക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതൊരു 2-3 മണിക്കൂർ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ എരിവും പുളിയും ഉപ്പും ഒക്കെ അതിലേക്ക് അങ്ങോട്ട് പിടിക്കും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാളയും ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി വേഗം വഴന്ന് കിട്ടും. ഇനി ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ തക്കാളിയും പിന്നെ ഊർക്കാപ്പിളിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഊർക്കാപ്പിളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അധികം മൂത്തത് എടുക്കാൻ പാടില്ല. ചെറുതോ അല്ലെങ്കിൽ മീഡിയം സൈസോ ആയാലും കുഴപ്പമില്ല. നല്ലോണം മൂത്തതിന് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ കറി ഒരുപാട് അങ്ങോട്ട് നീണ്ടുപോകും. നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിനേക്കാൾ അളവ് കൂടിയിട്ടുണ്ടാവും നമ്മൾ വലിയ അധികം മൂത്ത ഊർക്കാപ്പിളി ഇട്ട് കൊടുത്താൽ. ഇതൊന്ന് വാടിയതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നുകൂടെ വഴറ്റി വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കാം. ഒഴിച്ച് നല്ലോണം തിളച്ച് കറി ഒന്ന് കുറുകി വരണം. അതായത് അതിൻ്റെ ഒരു പാകം എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ നിറം മാറണം. പിന്നെ തക്കാളിയൊക്കെ അതിലങ്ങോട്ട് അലിഞ്ഞ് ചേരണം. തക്കാളി ചിലർ അരച്ച് ചേർക്കും, പക്ഷെ അതിനേക്കാളും നല്ലത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അത് അങ്ങനെ അലിഞ്ഞ് ചേരുന്നതാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കറി നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല മൂടി വെച്ചിട്ട് വേവിക്കണം. എന്നിട്ട് സ്റ്റവ് ഓഫാക്കി കറിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിവേപ്പില ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് താഴ്ത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ മേലെ കറിവേപ്പില നിൽക്കുമ്പോൾ അത് കറുത്തു പോകും. ഇനി ഒരു 3-4 മണിക്കൂർ കറി അങ്ങനെ തന്നെ വെക്കണം. നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പോഴേ മീനിലേക്ക് ആ എരിവും പുളിയൊക്കെ പിടിക്കുള്ളൂ. ഇപ്പോൾ ഈ തലേന്ന് വെച്ച മീൻകറി പിറ്റേന്ന് കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റില്ലേ, അതാണ് ഇതിൻ്റെ സീക്രട്ട്. ആ എരിവും പുളിയൊക്കെ അതിലേക്ക് അങ്ങനെ ശരിക്കും പിടിക്കുന്നുണ്ട്. അതാണ് ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ കാരണം. പിന്നെ മൺചട്ടിയിലാവുമ്പോൾ കറി ഒന്നും കൂടി ഇരുന്ന് കുറുകി വരും. നല്ല കട്ടി ഉണ്ടാവും കറി. നിങ്ങൾ പൊറോട്ടയുടെ കൂടെ മീൻ മുളകിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. ഇനി ഇതുപോലെ മീൻ കറി ഉണ്ടാക്കിയിട്ട് പൊറോട്ടയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് അഭിപ്രായം പറയും വേണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.